ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ചാർധാം യാത്രയുടെ പാർട്ട് 2 വീഡിയോ ആണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഹരിദ്വാറാണ്. ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കേദാർനാഥിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ 4 ദിവസത്തേക്കൊരു കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതാണ് ഇറങ്ങിയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിങ്ങനെ കടയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അടുത്തടുത്തൊന്നും കടകളൊന്നും ഇല്ല. ഉണ്ട്, പക്ഷേ രാവിലെയൊക്കെ പൂരിയും അങ്ങനത്തെ ഒക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ കൂടുതലും വഴിയിൽ ഇതുപോലെ ചോളം കുക്കുംബറും ഒക്കെ തന്നെയാണ് വിൽക്കുന്നത്. പിന്നെ ഒരു ചായ കട കണ്ടു, ഞങ്ങളവിടെ കയറി ചായ കുടിച്ചു. ഞങ്ങൾ പോയ സമയത്ത് അവിടെ നല്ല മഴയായിരുന്നു. മഴയുണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നല്ല ചൂടാണ്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. അവസാനം ഞങ്ങൾ പറാട്ട മേടിച്ച് കഴിച്ചു. നീലുവിന് വീട്ടിലാകുമ്പോഴും നീലുവിനായിട്ട് സ്പെഷ്യലി ഓരോ ഫുഡ് സ്പൈസി അല്ലാതെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് നീലുവിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ നേരം അതിൽ ഇരിക്കുന്നതെന്ന് വെച്ച് വണ്ടി നിർത്തി ഞങ്ങളെല്ലാവരും ഒന്ന് വെളിയിൽ ഇറങ്ങി നിന്നു. പിന്നെ ടോയ്ലറ്റിലൊക്കെ പോകണമായിരുന്നു, ഒന്ന് ഫ്രഷായി. ഇവിടെ മഴ പെയ്യുന്നതിനനുസരിച്ച് മഞ്ഞ് ഫോം ആയിക്കൊണ്ടിരിക്കും, പക്ഷേ ചൂടിനൊരു കുറവുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറിയ തണുത്ത കാറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അങ്ങനെ പോകുന്ന വഴി ഞങ്ങൾ ദേവപ്രയാഗ് ഇറങ്ങി. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 നദികൾ 2 ഭാഗത്തു നിന്ന് വന്ന് ഒരുമിച്ച് കൂട്ടിച്ചേരുന്നത് ഇവിടാണ്. ഒന്ന് അളകനന്ദയും ഒന്ന് ഭാഗീരഥിയുമാണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുന്നതാണ് ഗംഗാനദി. അത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞങ്ങൾ മഴ സമയത്ത് വന്നതുകൊണ്ടാണ് ഈ കലക്ക് വെള്ളം, അല്ലെങ്കിൽ ഇതിൻ്റെ ആക്ച്വൽ കളർ ഇതല്ല. അളകനന്ദ ഡീപ്പ് ബ്ലൂവും ഭാഗീരഥി ഗ്രീനുമാണ്. എന്നിട്ട് പോലും നമുക്ക് വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. 2 കളറിലാണ് വെള്ളം ഒഴുകി വരുന്നത്. അതിൻ്റെ പ്രത്യേകതയും അതാണ്. പക്ഷേ ഒറിജിനലി നമ്മൾ അതിൻ്റെ കളർ കാണുമ്പോൾ ഇതൊന്നുകൂടെ ഭംഗിയാണ്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി വിട്ടു. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം കുറേ പേര് ഇതുപോലെ ട്രക്കിങ്ങിനായിട്ടൊക്കെ വന്നവരാണ്. കൂടുതലും ചെറുപ്രായ പിള്ളേരാണ്. അതായത് ഫാമിലി ആയിട്ട് വരുന്നതിനേക്കാട്ടിലും കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഗ്രൂപ്പായിട്ട് വരുന്നവരാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും മലയാണ്. മല, പിന്നെ മഞ്ഞുമല, ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കൂടുതലും അവിടെ കണ്ടതും എൻ്റെ കണ്ണ് പോയത് മൊത്തം അവിടുത്തെ ചെടികളിലാണ്, മരങ്ങളിലും ഒക്കെ. കൂടുതലും എന്തുമാത്രം കരിയേപ്പിലയാണെന്നറിയാമോ അവിടെ? ഒത്തിരി കരിയേപ്പില, എവിടെ നോക്കിയാലും കരിയേപ്പിലയാണ്. ഞാനിപ്പോൾ അമ്മയോട് പറയുകയും ചെയ്തു, നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കരിയേപ്പില ചൂടോടെ പറിച്ചുകൊണ്ട് പോകുമെന്ന്. മഴ ആയതുകൊണ്ടാണ് ഈ നദികളുടെയൊക്കെ കളർ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. എന്നോട് ചേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അവസാനം നീലമ്മ കുറേ നേരം ചുമ്മാ ഇരുന്ന് ബോറടിച്ചത് കൊണ്ട് തല വെളിയിലിട്ടുകൊണ്ട് കാഴ്ചകൾ കണ്ട് കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ച് പാവം ഇരിക്കുകയാണ്. സത്യം പറഞ്ഞത് ഒരുപാട് ദൂരെയാണ്. നമ്മൾ കേദാർനാഥ് പോയി കഴിഞ്ഞിട്ട് ഇതേ ദൂരം നമ്മൾ തിരിച്ചു വരണം. പിന്നെ ഇതേ ദൂരം വേണം നമ്മളിനി ബദ്രിനാഥ് പോകാനായിട്ടും. ഇതാണ് ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞുമലയുണ്ടെന്ന്. അങ്ങ് ദൂരെ കണ്ടോ, മഞ്ഞുമലയാണത്. നമുക്ക് ഒത്തിരി ദൂരെയാണെന്ന് തോന്നുന്നു. നമ്മൾ പോകും തോറും അത് അടുത്തടുത്ത് വരുന്നുണ്ട്. എവിടെ യാത്ര പോയാലും അമ്മ നാമം ചൊല്ലും. അതുകൊണ്ട് നാമം ചൊല്ലുന്നതിന് നീലിനോട് നാമം ചൊല്ലാൻ പറയുമായിരുന്നു. അതാണ് ഈ കേൾക്കുന്നത്. നീലു നാമം ചൊല്ലുന്നതാണ് ഈ പാട്ട് പാടുന്നത്. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ദൂരം താണ്ടി രാത്രി ആയപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിലെത്തി. നീലു കാറ് ഇരുന്നപ്പോഴേ പറഞ്ഞു അവൾക്ക് കട്ടിൽ വേണം, ഒന്ന് കിടക്കണമെന്ന്. അതുകൊണ്ട് ആദ്യമേ അവൾ കട്ടിലേക്ക് കയറി. ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിൽക്കുമ്പോൾ ഉള്ള നൈറ്റ് വ്യൂ ആണ്. എന്നിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് ഞങ്ങൾ പോയി കിടന്നുറങ്ങി. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അതൊന്നും വീഡിയോ എടുക്കാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ റെഡിയായി. ഞങ്ങൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് തന്നെയാണ് ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ചെപ്പോഴാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് കാറി വീണ്ടും വെച്ച് ഞങ്ങൾ ഇറങ്ങി. ഈ ഹെലികോപ്റ്ററിൽ നിന്നാണ് നമ്മൾ
ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യുന്നവർ കേദാർനാഥിലോട്ട് ഡയറക്റ്റ് ചെല്ലുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ക്രാഷ് ആയതാണ്. ഞങ്ങളിപ്പം നടക്കുന്ന ഈ മലയുടെ താഴെ കുറച്ച് ദൂരത്തിൽ വരെ വണ്ടി വരത്തുള്ളൂ. പിന്നെ നമ്മൾ നടന്നു പോകണം. നമ്മൾ നടന്നു പോകുന്നതും ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു ഇടവഴി കൂടൊക്കെയാണ്. കുറേ ദൂരം അത് നടന്ന് കഴിയുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തെത്തും. ആ സ്ഥലത്താണ് ഒരു ഇങ്ങനെ വണ്ടിയുണ്ട്, കുറേ വണ്ടികൾ. ആ വണ്ടിയിൽ കയറിയാണ് നമ്മളെ ഡയറക്റ്റ് കേദാർനാഥ് പോവേണ്ടടുത്ത്, അതായത് എൻട്രൻസിൻ്റെ കുറച്ച് ദൂരം, എൻട്രൻസ് വരെ ഒന്നും പോകത്തില്ല, എൻട്രൻസിൻ്റെ കുറച്ച് അടുത്തേക്ക് കൊണ്ടുവിടുന്നത്. അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എത്ര പേര് കയറാവോ അത്രയും പേര് അതിനകത്ത് കയറും. നമ്മൾ പൈസ കൊടുത്താൽ പോകുന്നതെന്ന് പോലും നമുക്ക് ആ ഒരു പരിഗണന ഒന്നുമില്ല. നമുക്ക് എത്രയും പേരെ കയറ്റാവോ അത്രയും പേരെയും കയറ്റി. അതും ഭയങ്കര ലാഗാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ വണ്ടികൾ ഫ്രണ്ടിലുണ്ട്, അതിങ്ങനെ ക്യൂ ആണ്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇങ്ങനെ ബ്ലോക്ക് ആയപ്പോഴത്തേക്കിനും ഞങ്ങളും മടുത്തു. ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. കുറച്ചേ ഉള്ളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അങ്ങ് നടന്നു. പക്ഷേ നമ്മൾ മേളിലോട്ട് കയറും തോറും നല്ല തണുപ്പായിരുന്നു. അങ്ങനെ വീണ്ടും എൻട്രൻസിലോട്ട് പോകാൻ ഇതുപോലെ ഇടയ്ക്കൂന്നൊക്കെ കയറി കുറച്ച് നടന്നിട്ടാണ് പോകേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, എൻട്രൻസ് വരെ കൊണ്ടുവിടത്തില്ല വണ്ടി. കുറച്ച് ദൂരം, അതായത് കുറച്ച് അടുത്തേ കൊണ്ടുവിടത്തുള്ളൂ എന്നുള്ളത്. ഇത് കുഞ്ഞു വഴിയായതുകൊണ്ട് ഇവിടെയും ഭയങ്കര ബ്ലോക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇറങ്ങി വരുന്നവരും കയറി വരുന്നവരും എല്ലാവരും ഈ വഴി കൂടെ തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ വീണ്ടും ഒരു മലയുടെ താഴെ വന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ 4 പേരും 4 ദിശയിലോട്ട് പോയെന്നുള്ളത്. ഞാൻ ജിഷേറിനെ തപ്പാൻ തുടങ്ങി, ജിഷേറിനെ എന്നെ തപ്പാൻ തുടങ്ങി. പിന്നെ അമ്മ അച്ഛനും ഒരുമിച്ചായതുകൊണ്ട് അവരെ 2 പേരെ ഒരുമിച്ച് തപ്പിയാൽ മതിയായിരുന്നു. ഇതായിരുന്നു എൻട്രൻസ് കേട്ടോ, കേദാർനാഥിലോട്ട് കയറുന്ന എൻട്രൻസ് ആണത്. പിന്നെ സമയം ഒരു 11:30 ആയതുകൊണ്ട് ഉച്ചക്കത്തെ ആഹാരം കഴിക്കണം എന്ന് കരുതി ഞങ്ങൾ മാഗി മേടിച്ചു കഴിച്ചു. ഇവിടെ ഫുഡ് ആയിട്ട് മാഗി മാത്രമേ കിട്ടത്തുള്ളൂ. മല കയറും തോറും നമുക്ക് മാഗി, പിന്നെ ബോട്ടിൽസ്, വെള്ളം കുപ്പി കാണും, അതൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഫുഡ് അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ഫുഡും അവിടെ അവൈലബിൾ അല്ല. എൻ്റെ അറിവിൽ, എനിക്കറിയില്ല, ഞാൻ പോയപ്പോൾ ഏത് കട കയറിയാലും കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഇതുപോലത്തെ സൈഡിലൊക്കെ അവർ ജസ്റ്റ് ഒരു ഷെഡ് കെട്ടി നമുക്ക് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അതിൽ മാഗി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ 4-5 മണിക്കൂർ കഷ്ടപ്പെട്ട് നടന്ന് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാനിരിക്കുമ്പോഴായിരിക്കും ജിഷേട്ടൻ പറയുന്നത് 1 കിലോമീറ്റർ ആയുള്ളൂ, 2 കിലോമീറ്റർ ആയുള്ളൂ. നമ്മൾ ഇത്രയും മണിക്കൂർ നടന്നത് 5 കിലോമീറ്റർ ആയുള്ളൂ. ഫുൾ ടോട്ടൽ 21 കിലോമീറ്റർ ആണ്. ചിലവർ പറയും 16 ഉള്ളതെന്ന്, ചിലവർ പറയും 14 ഉള്ളതെന്ന്. പക്ഷേ നമ്മൾ എത്ര നടന്നാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയില്ല, ബിക്കോസ് അത് മലയായതുകൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി പോകുന്നതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയും ദൂരം തോന്നുന്നത്. പക്ഷേ തിരിച്ചിറങ്ങി വരുന്നവർ നമ്മളോട് പറയും നിങ്ങളെങ്ങും എത്തിയിട്ടില്ല, ഇനിയും കിടക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മളോട് കുറേ വട്ടം കുറേ പേര് പറഞ്ഞു. നമ്മൾ വിചാരിക്കും ഇപ്പോൾ എത്തും, പക്ഷേ അല്ല. പിന്നാണ് ഒരു സത്യം മനസ്സിലായത്, ഈ കയറുന്ന മലയിലല്ല ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നടന്ന് രാത്രിയായി. അപ്പോൾ രാത്രി കുഞ്ഞിനെയും കൊണ്ടൊക്കെ നടക്കാൻ ഭയങ്കര റിസ്ക് ആയിരിക്കും. ഞങ്ങൾ ടയേർഡായിട്ടൊന്നും ഇല്ലായിരുന്നു. അത്രയും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ടയേർഡ്നെസ് ഒന്നും തോന്നിയില്ല. പക്ഷേ കുഞ്ഞിനെ രാത്രി ഇങ്ങനെ കൊണ്ട് നടക്കണ്ട എന്ന് വെച്ച് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റേ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു രാത്രിയിൽ. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി, ഞങ്ങളെല്ലാവരും ഫ്രഷായി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കിനും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇന്നലെ നടന്ന് ടയേർഡായില്ല എന്ന് പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസം അതായത് മീൻസ് രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോഴത്തേക്കിനും ഞങ്ങളുടെ കാലൊക്കെ, അതായത് അമ്മയുടെ അച്ഛൻ്റെയും കാല് കുറച്ചൊക്കെ പെയിനും ഇങ്ങനെ നീര് വെക്കാനൊക്കെ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് കുതിരയുടെ പുറത്ത് പോകാമെന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക്
ഞാൻ സത്യത്തിൽ ജിഷേട്ടനോട് പറഞ്ഞു ഞാൻ നടന്നു വന്നോളാം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടിക്കോളാം, പക്ഷേ ഞാൻ കുതിരയെ കയറത്തില്ല എന്നുള്ളത്. ഞാൻ അവിടെ ഭയങ്കര അടിയായിരുന്നു ചേട്ടനുമായിട്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ഒക്കെ എന്നെ കയറ്റി. പിന്നെ കയറ്റിയപ്പോൾ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമതേ പേടിയാണ്. എൻ്റെ കൂട്ടത്തിലാണ് നീലുവിനെ ഇരുത്തിയത്. പിന്നെ കയറ്റമായതുകൊണ്ട് അത്രയും പ്രശ്നമില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുവാണ്, നിങ്ങൾ കുതിര കയറരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ അതായത് കുതിരയുടെ കഷ്ടപ്പാടും കൊണ്ടാണ് ഞാനീ പറയുന്നത്. കുതിര കയറരുത്. ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴാണ് കയറിപ്പോയല്ലോ എന്നൊരു സങ്കടം ഞങ്ങൾക്ക് വന്നു. ബിക്കോസ് ഞങ്ങൾ ക്യാഷ് കൊടുത്തു പോയി. അങ്ങനെ ഞങ്ങൾക്കൊരു സങ്കടം വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അവർ പോകുമ്പോൾ, അതായത് കുതിരയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ അവത്തെ ഇരുന്ന് കഴിയുമ്പോഴാണ് അവർ അതിനെ വലിക്കുന്നതും ഉപദ്രവിക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ളതെന്ന് വെച്ചാണ് ഞങ്ങൾ കയറിയത്. അത്രയും ദൂരം ഞങ്ങൾ കയറാതെ മാക്സിമം ഞങ്ങൾ കയറുന്നില്ല എന്ന് വെച്ച് തന്നെയാണ് വന്നത്. പക്ഷേ കുഞ്ഞും ഫുൾ ടൈം ചേട്ടൻ്റെ തോളത്തായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ കയറിയത്. പക്ഷെ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഒരിക്കലും കയറില്ല ഇവത്തേൽ. ഇതിലെൻ്റെ മുഖം കണ്ടാൽ അറിയാം എൻ്റെ സങ്കടവും വിഷമവും പേടിയും. എനിക്ക് പേടിയായതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ എന്നെയായിരുന്നു കൊണ്ടുപോകുന്നത്. പിന്നെ പുറകെ ജിഷേട്ടനുള്ളത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറകെ നിന്നിട്ട് പറയും, അതിനെയൊന്നും ചെയ്യല്ലേ എന്ന് പറ, പയ്യെ പോകാൻ പറ, അതിനെയൊന്നും ചെയ്യല്ലേ എന്ന് പറ. എൻ്റെ പേടി മൊത്തം ഇത് വഴി തെറ്റെങ്ങനെ സൈഡിലോട്ടെങ്ങാനും പോകുമെന്നാണ്. ഏറ്റവും ആദ്യത്തെ എൻട്രൻസ് തൊട്ട് മേളിൽ വരെ പോകാൻ 10ഉം 15ഉം ഒക്കെയാണ് ഒരു കുതിരയ്ക്ക് അവർ പറയുന്നത്. നമ്മൾ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് നമ്മളോട് 5000 ഒക്കെ പറയും. നമ്മൾ ബാർഗെയിൻ ചെയ്ത് അത് 2500 ആക്കി. ഞങ്ങളുടെ നിവൃത്തികേടും കൊണ്ടാണ് കുതിര ചൂസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടൈം ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അടുത്ത ദിവസം, അതായത് ബദ്രിനാഥ് പോയിട്ട് പിന്നെ വേണം, ഞങ്ങളുടെ ട്രെയിൻ ബുക്ക് ചെയ്തേക്കുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകണം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അവിടെ ഫുഡ് കഴിക്കാനും ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു, മാഗി. അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് കുതിര നിർത്തത്തുള്ളൂ, മേലോട്ട് കയറ്റത്തില്ല. അതായത് മെയിൻ എൻട്രൻസ്, അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടോട്ട് വരത്തില്ല. അപ്പോൾ അവിടുന്ന് മുന്നോട്ട് നടക്കാനായിട്ട് കുഞ്ഞിനെയും കൊണ്ട് പറ്റാത്തത് കൊണ്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി. സത്യം പറഞ്ഞാൽ ഞാനും കുഞ്ഞും അങ്ങ് നടക്കുമായിരുന്നു. അവൾക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ചേട്ടൻ വന്ന് കാല് പിടിച്ചു പറഞ്ഞു, ഒന്ന് വാ ഞാൻ കൊണ്ടുപോകാം, ഒന്ന് വാ ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, കുഞ്ഞിനെയും കൊണ്ട് നീ ഇരുന്നോ, പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് കേദാർനാഥിൻ്റെ മെയിൻ എൻട്രൻസ്. പിന്നെ ഹെലികോപ്റ്റർ വന്ന് നിൽക്കുന്നത് ഇവിടാണ്. കഴിഞ്ഞ ദിവസം ആക്സിഡൻറ്റ് ഉണ്ടായതുകൊണ്ടും ഭയങ്കര മഴയും മഞ്ഞും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം സർവീസ് നിർത്തി വെച്ചേക്കുവാണ്. ഓരോ പോയിന്റ് എത്തുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഇപ്പം എത്തി ഭഗവാനെ കാണാമെന്നുള്ളത്. പക്ഷേ ഇല്ല, നമ്മൾ ചെല്ലും തോറും ഇനിയും നടക്കാനുണ്ട്. ഈ എൻട്രൻസ് കയറിയിട്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ നോക്കിയപ്പോൾ ഇതൊക്കെ ക്യൂ ആണ് അമ്പലത്തിൽ കയറാനായിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ നേരെ കയറി. പിന്നെ അവിടെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ച് കടകളുണ്ട്. അവിടെ കുറച്ച് മാഗി അല്ലാത്ത ഇതുപോലെ ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഫുഡുകളൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ കയറി കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കേദാർനാഥിൻ്റെ ചുറ്റിനുമുള്ള കാഴ്ചകൾ. ഇതാണ് അമ്പലം. നോക്ക് എന്ത് ഭംഗിയാണ് കാണാൻ. സത്യം പറഞ്ഞാൽ കൈലാസത്തിൽ പോയ പോലെ തന്നെ ഉണ്ട്. മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും നല്ല തണുപ്പുണ്ടായിരുന്നു. നീലു അതിനാണ് ഈ പല്ല് കടിക്കുന്നത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഒന്നുകൂടെ ഫ്രഷായി. ഇതൊക്കെ അമ്പലത്തിലെ സൈഡിലെ കാഴ്ചകളാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ചൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
इधर देख के वो ब्लैक एंड व्हाइट है वो ऐसा दूर रखा लकड़ा रख अपना बॉल पकड़ ओढ़ना हम के त्रिशूल त्रिशूल ചേട്ടാ കുഞ്ഞിന്റെ കോട്ട അകത്ത് വെച്ചായിരുന്നോ? മഞ്ഞ കോട്ട ആ നേരെ പിടി. ചന്ദനം അച്ഛനെ വിളിച്ചേ. അങ്ങോട്ട് പോയി മഴയായതുകൊണ്ട് സൈഡിലൊരു ചെറിയ വെയിറ്റിംഗ് റൂം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു അമ്പലം കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇനിയും കാണാൻ പോകുന്നതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ്. അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ പേര് ഭീംശില എന്നാണ്. ഈ കല്ല് പൂജിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 പ്രളയം നടന്ന സമയത്ത് ഈ കല്ലാണ് മൂളിൽ നിന്ന് ഉരുണ്ട് വന്ന് നേരെ ഭഗവാന്റെ അമ്പലത്തിൻ്റെ പുറകിൽ സ്ഥിരീകരിച്ചത്. ആ പ്രളയത്തിൽ കേദാർനാഥ് മൊത്തം നശിച്ചെങ്കിലും അമ്പലത്തിന് ഒന്നും സംഭവിച്ചില്ല. എന്താണെന്ന് വെച്ചാൽ വരുന്ന വെള്ളം മൊത്തം ഈ കല്ലെ തട്ടി 2 സൈഡിൽ കൂടെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ അമ്പലത്തിനെ രക്ഷിക്കാനായിട്ട് ഉരുണ്ട് വന്ന കല്ലാണെന്നാണ് എല്ലാവരും പറയുന്നത്, അതിനെ ആരാധിക്കുന്നതും. കേദാർനാഥ് പോകുമ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കരുതി വെക്കണം. മെയിനായിട്ടുള്ളതാണ് ക്യാഷ്. ഗൂഗിൾ പേ ചെയ്യാവുന്ന ഒരു വിചാരവും വേണ്ട. അവിടെ സിഗ്നൽ എന്ന് പറഞ്ഞ സംഭവമില്ല. അങ്ങനെ 2 വട്ടം എൻ്റെ ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നടക്കുന്നവർക്ക്. പിന്നെ വേണ്ടത് പവർ ബാങ്ക് ആണ്. റേഞ്ച് ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് റേഞ്ച് വരും. പിന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കണമെങ്കിൽ പവർ ബാങ്ക് കൂടെ വേണം. മഴ സമയത്ത് പോകുന്നവർ തീർച്ചയായിട്ടും റെയിൻകോട്ട് മറക്കരുത്. ഞങ്ങൾ മറന്നായിരുന്നു. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ റെയിൻകോട്ട് മേടിച്ചത്. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നവരെ ശ്രദ്ധിക്കുക. കുറച്ചൊക്കെ ഫുഡ് നമ്മുടെ കയ്യിൽ കരുതുക. അതായത് ബിസ്ക്കറ്റ്സ്, കേക്ക്സോ അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് അവർക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ കരുതുക. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മരുന്നുകൾ, നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മുടെ കൂടെ കരുതുക. നമ്മൾ വേറെ എങ്ങും പോകുന്ന പോലെയല്ല. ഇവിടെ എങ്ങും കടകളും കാര്യങ്ങളും നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് താഴെ എത്തി. ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോൺ ഇടയ്ക്ക് എനിക്ക് പണി തന്നു. മുകളിൽ ചെന്നപ്പോഴേ അത് ചത്തുപോയായിരുന്നു. പിന്നെ ഞാൻ പവർ ബാങ്കും ഇട്ട് കുത്തി വെച്ചേക്കുമായിരുന്നു. ഇപ്പോഴാണ് അതൊന്ന് ഓൺ ആയത്. പിന്നെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. അതായത് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന വണ്ടിയുടെ അടുക്കലോട്ട് നടക്കുകയാണ്. അതിനും നീണ്ട ക്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് ചെന്നു. അവിടെ ചെന്നപ്പോഴും ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഇറങ്ങുന്നവരെല്ലാവരും പോകാനായിട്ടുള്ള ബ്ലോക്ക്. അങ്ങനെ നീണ്ട ട്രാഫിക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും ക്വാർട്ടേഴ്സിലെത്തി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.